ഹായ് ഫ്രണ്ട്സ്. ഹായ് ബബ്ലൂസ്. ഹായ് ഫ്രണ്ട്സ്. അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അറമ്പോൾ ബീച്ചിലാണ്. അറമ്പോൾ ബീച്ചിലെ നൈറ്റ് ലൈഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടിപൊളി ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അറമ്പോൾ ബീച്ചിലെ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടി വരുക വന്ന വഴിയാ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം എല്ലാരും കേട്ടോ. അപ്പൊ എന്തോരം കഷ്ടപ്പെട്ട് എപ്പോഴും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാ വീഡിയോയിലും ബബ്ലൂസ് പറയും. പറയണ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി. ഒരു പ്രാവശ്യം കണ്ടവരല്ലോ പിന്നെ അടുത്ത വീഡിയോ കാണുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ചെയ്യണമെന്നില്ല ചിലവർ. അപ്പൊ അതുകൊണ്ട് പറയാണ് കേട്ടോ, കഷ്ടപ്പെട്ടെടുക്കുന്ന നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് പോയി. കുറച്ചെങ്കിലും നിങ്ങൾ കാണും, പക്ഷെ കൊള്ളത്തിൽ കാണണ്ട. നല്ല സൂപ്പർ വീഡിയോ ആണ് കേട്ടോ. എല്ലാരും നിങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. ചിലരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ച. അതുകൊണ്ടാണ് കേട്ടോ. കൊള്ളാത്ത വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം എന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗോവയിൽ പോകാത്തവർക്ക് അവിടെ നിന്ന് കാണാം. അഥവാ ഗോവയിൽ പോകണമെന്ന് ആരെങ്കിലും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. അന്നേരം ഫ്രണ്ട്സ്, അറമ്പോൾ ബീച്ചിലെ നൈറ്റ് ലൈഫ്. അപ്പോൾ അത് കണ്ടോളൂ. അങ്ങനെ ഞങ്ങള് നമ്മുടെ യമഹ FC ആയിട്ട് കേരളത്തിലുള്ള ആലപ്പുഴ രജിസ്ട്രേഷൻ യമഹ ആയിട്ട് ഗോവയിലെ അറമ്പോൾ ബീച്ചിലെ റോഡിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊളി മച്ചു പൊളി. അങ്ങനെ ആ വണ്ടിയിൽ വന്നുകൊണ്ട് കേരളത്തിലെ വണ്ടിയാണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എന്തു തന്നെയാണേലും ഒരു സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ മുൻപത്തെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം. അറമ്പോൾ ബീച്ചിന്റെ നമ്മുടെ പകലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നൈറ്റ് ലൈഫാണ്. ഇവിടെ രാത്രിയാണേലും പകലാണേലും ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും ഉറക്കമില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഇതൊരു ബിസിനസ് ശൃംഖലയാണ്. അത് കാരണം 24 മണിക്കൂറും ഈ ഷോപ്പൊക്കെ പ്രവർത്തിക്കും. പിന്നെ ഗസ്റ്റിനൊന്നും ഉറക്കമില്ലെന്ന് അറിയാലോ. രാത്രിയിലൊക്കെ വേറൊരു പാർട്ടിയും DJയും ഡാൻസും ഒക്കെയാണ്. പകല് വേറൊരു പാർട്ടിയാണ്. എന്ത് തന്നെയാണേലും 24 മണിക്കൂറും അടിപൊളിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. മുമ്പൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ റഷ്യൻസിനെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഏറ്റവും കൂടുതൽ റഷ്യൻസ് വരുന്ന ഒരു ബീച്ചാണ്. ഫോറിനേഴ്സിനെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇന്ത്യൻസ് ഒരാളെ പോലും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴൊക്കെ വരുമ്പോഴത്തേക്ക് അതൊക്കെ മാറി മിക്കവരും അറിയാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ഇന്ത്യൻസിനൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതുവരെയും വരാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അറമ്പോൾ ബീച്ചിലൊന്ന് വരണം കേട്ടോ നിങ്ങള്. അപ്പം അറമ്പോൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഓൺ ദ ബീച്ചിൽ തന്നെയാണ് ഹട്ടും കോട്ടേജും റെസ്റ്റോറൻറ്റുകളും പാർട്ടിയും സെറ്റപ്പാണ്. സീസൺ ടൈമിലൊക്കെ നിറയെ ഗസ്റ്റ് കട അവർ തന്നെ ഉണ്ടാക്കിയ പ്രോഡക്റ്റുകൾ ബീച്ചിന്റെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് ബിസിനസ്സൊക്കെ ഉണ്ട്. നല്ല രസം അതൊക്കെ കാണാൻ. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയത്തില്ല. ഇവിടെ വന്നിട്ട് പകല് വന്നിട്ട് പോലും ഒരുപാട് നമുക്ക് ഫോറിനേഴ്സിനെ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കൂടുതൽ ആൾക്കാരും നമ്മുടെ എവിടെയാ ശ്രീലങ്കയിലേക്ക് പോവുകയാണെന്ന്. അവിടെ ആകുമ്പം ചീപ്പ് റേറ്റാന്നാ പറയുന്നത് എല്ലാത്തിനും. ഇതൊക്കെ കുറെ ആൾക്കാർക്ക് പാർട്ടിയൊക്കെ ഉണ്ടല്ലോ ബീച്ചിൽ. അങ്ങോട്ട് പോവാണ് നൈറ്റ് പാർട്ടിക്ക്. എവിടെ നോക്കിയാലും ടാറ്റു. പണ്ട് ഇവിടെ മാത്രമേ ടാറ്റു കാണത്തുള്ളായിരുന്നു കേട്ടാ. ഞാൻ ടാറ്റു ഒക്കെ ആദ്യം കാണുന്നത് തന്നെ ഗോവ വന്നപ്പോഴാണ്, വർഷങ്ങൾക്കും. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിലെല്ലായിടും ടാറ്റു ഉണ്ട്. ഇനി കുറച്ചും കൂടെ പോയാൽ നമുക്ക് നമ്മുടെ അറമ്പോൾ ബീച്ചിന്റെ എൻട്രൻസിൽ എത്താം കേട്ടോ. നമ്മുടെ മറ്റുള്ള വീഡിയോകളൊക്കെ ഗോവയിലെ കാഴ്ചകളൊക്കെ അറമ്പോൾ ബീച്ചിലെ തന്നെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനിയും ഒരുപാട് വീഡിയോ ഒക്കെ ഇടാനുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടേക്കണം കേട്ടാ. ഇങ്ങോട്ട് പോകുമ്പോ ഒരു ഇടുക്കാണ്. എന്താ
ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊതി വരും. പൈസ ആയിട്ട് വന്നാൽ മതി, എല്ലാം വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും. തിരക്കൊക്കെയുണ്ട് അത്യാവശ്യം. ബീച്ചിന്റെ സൈഡിൽ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബീച്ച് അറമ്പോൾ ബീച്ചാണ് കേട്ടോ. ഇവിടെ വരാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മുമ്പൊക്കെ ആഫ്രിക്കക്കാരായിരുന്നു ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാം. അവരെ കടന്ന് എനിക്ക് പേടിയായിരുന്നു കേട്ടോ. അപ്പൊ അവരെയൊക്കെ അടിച്ചോടിച്ചെന്നാ പറയുന്നത്. ഇപ്പൊ പാസ്പോർട്ടൊന്നും ഒക്കെ ഇല്ലാതെ കുറെ പേര് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, ലഹരി കച്ചവടമൊക്കെ ആയിട്ട്. അപ്പം ഈ പ്രാവശ്യമൊന്നും അവരെയൊന്നും കാണാനില്ല. എന്തായാലും ഭാഗ്യം അവരൊക്കെ പോയത്. വേറെ ഒരു കാര്യത്തിൽ ഇവിടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെതാ നമ്മുടെ ആലപ്പുഴ രജിസ്ട്രേഷൻ യമഹ FC എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ വണ്ടി നമ്മുടെ ഗോവയിൽ കൊണ്ടുവച്ചേക്കുന്നു. ഇവിടെ ആകുമ്പം ഒരാൾക്ക് ഹെൽമെറ്റ് വെച്ചാൽ മതി കേട്ടോ. അതെന്തായാലും ഒരു ഭാഗ്യം. നമ്മുടെ നാട്ടിലൊക്കെ 2 പേർക്കും ഹെൽമെറ്റ് വെക്കണം. ഇവിടെ ഒരാൾക്ക് ഹെൽമെറ്റ് മതി. പുറകെ ഇരിക്കുന്നവർക്ക് ചെത്തിപ്പൊളിച്ച് കിടക്കാം. ചെത്തിപ്പൊളിച്ചൊന്നുമല്ല കേട്ടോ, നമ്മളെപ്പോഴും ഹെൽമെറ്റ് വെച്ച് തന്നെ യാത്ര ചെയ്യണം. അത് നമുക്ക് നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ റോഡുകളിൽ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. പിന്നെ ഓരോ സംസ്ഥാനത്തിനും ഓരോ നിയമങ്ങളാണല്ലോ. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ അറമ്പോൾ ബീച്ചിന്റെ എൻട്രൻസ് വന്നേക്കുവാണ്. ഇവിടെ ഭയങ്കര ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട്, DJ ഉണ്ട്. അത് കണ്ടപ്പോ തസ്മീനും ഭയങ്കര ഡാൻസ്. ഞാൻ എപ്പോഴും കളിയാക്കുന്ന തസ്മീന് ഡാൻസ് കളിക്കാൻ അറിയത്തില്ലെന്നേ. നിങ്ങളൊന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ അറിയാവാന്നില്ല. ഓ ഇവിടൊക്കെ കുറച്ച് പേര് നിൽപ്പുണ്ട്. അതൊക്കെ ഇന്ത്യൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മിക്ക റെസ്റ്റോറന്റുകാരും ഇതുപോലെ നമ്മളെ ഗസ്റ്റിനെയൊക്കെ പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ഇതുപോലെ ആരെങ്കിലും അവരുടെ തന്നെ കുറെ ഗസ്റ്റുകൾ കാണാം, അവരെ ഇനി ഇതുപോലെ ഡാൻസ് ചെയ്യും, പുറത്ത് നിന്നവരും ഡാൻസ് ചെയ്യും. അങ്ങനെ ആള് കൂടും. പിന്നെ ഇവിടെ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് ലിക്കർ കഴിക്കേണ്ടവർക്ക് ലിക്കർ കഴിക്കാം. എല്ലാ റെസ്റ്റോറൻറ്റിലും ഇവിടെയുള്ള മിക്ക വീട്ടിൻ്റെ ലിക്കർ കാണും. അതൊക്കെ നമ്മൾ ആൽക്കഹോള് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ ഓരോ സംസ്ഥാനത്തും ഓരോ നിയമങ്ങളാണ്. It was unbelievably painful. It was unbelievably painful. ഈ അറമ്പോൾ ബീച്ചിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഇതാണ് അവസ്ഥ. നല്ല രസമില്ലേ കാണാൻ? എല്ലാ റെസ്റ്റോറന്റുകാർ തമ്മിലും പരസ്പരം മത്സരമാണ്. എങ്ങനെ ഗസ്റ്റിനെ പിടിക്കുക എന്നാണ്. നമ്മൾ പോകുമ്പോ തന്നെ ഓരോരുത്തരെ നിന്ന് നമ്മളെ വിളിക്കും. അവിടെ സീറ്റുണ്ട്, ഫുഡുണ്ട്, ഫിഷ് ഉണ്ട്, വാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കും കേട്ടോ. അതേ കണ്ട അടുത്തത് ടീം. ഒരു 4-5 മാസമാണ് സീസൺ. ആ സമയമാകുമ്പോ എല്ലാ റെസ്റ്റോറന്റുകാരും പുതുക്കി പണിയും. പിന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ്, സെറ്റപ്പാണ്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ പറയില്ല, ഗസ്റ്റ് കുറവാണ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ളാവും. നമുക്ക് സീറ്റ് പോലും ഇരിക്കാൻ കിട്ടത്തില്ല,
അത്രയ്ക്ക് ഫോറിനേഴ്സ് ആയിരിക്കും ഇവിടെ കേട്ടോ. ഫോറിനേഴ്സ് കൂടുതലുണ്ടെങ്കിലും ഒരു രസവും കാണത്തുള്ളൂ. എങ്കിൽ മാത്രമേ എല്ലാ റെസ്റ്റോറൻറ്റുകാരും DJയും പാർട്ടിയൊക്കെ വെക്കത്തുള്ളൂ. അല്ല ഇതുപോലെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോണം. നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കണ്ട കേട്ടാ. അങ്ങനെ നമ്മൾ ഇതേ ഞങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ലൈറ്റൊക്കെ ആയിട്ടാ വന്നേക്കുന്നത്. അല്ലെങ്കിൽ മുഖം പോലും കാണാൻ പറ്റത്തില്ല രാത്രി ആയതുകൊണ്ട്. ഇതിലെ കൂടെ വെറുതെ നടക്കാൻ തന്നെ നല്ല രസമാണ്. ഓരോ റെസ്റ്റോറൻറ്റും എന്തൊക്കെയാ ചെയ്തു വെച്ചേക്കുന്നത് നിങ്ങൾ നോക്കിയേ. ഇനി ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലം കിടന്ന് അപ്പുറം എത്തണം. അതാണ് പൊഴി. കടലിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള പൊഴിയാണ് കേട്ടോ. അപ്പം ഇനി അങ്ങോട്ട് ഇതിനെക്കാട്ടി അടിപൊളിയായിരിക്കും. മിക്ക കസേരകളും ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുവാണ്. ഞാനിങ്ങനെ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഇത്രയും ഗസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. സാധാരണയൊക്കെ വരുമ്പോ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഗസ്റ്റിനെയാ കാണുന്നത്. ഫുള്ള് ഫോറിനേഴ്സ് ആയിരിക്കും. നമുക്ക് ഇതിനെ കൂടെ നടക്കാൻ പോലും പറ്റത്തില്ല. നല്ല ഡാൻസും മ്യൂസിക്കും ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. ഇവിടെ വന്നപ്പം കുറെ ഇന്ത്യൻസിനെ കണ്ടു കേട്ടാ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. മറ്റേത് ഇന്ത്യൻസിന്റെ നിഘണ്ടുവിൽ പോലും ഇല്ലായിരുന്നു ഈ ഒരു അറമ്പോൾ ബീച്ച്. ചില റെസ്റ്റോറന്റ് കാണുമ്പോ നമുക്ക് കൊതി വരും കേട്ടാ. ഐ ലവ് ഇന്ത്യ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന കേട്ടാ. ചിലയിടത്തൊക്കെ ഞാൻ ഓടിക്കേറി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. പാവങ്ങള് ഗസ്റ്റിനെ പിടിക്കാൻ വേണ്ടി നിൽക്കുവാണ്. മഴ സമയത്ത് ഇതൊന്നും അല്ല അവസ്ഥ കേട്ടാ. മഴയത്തൊന്നും ആരും ഇങ്ങോട്ട് വന്നേക്കല്ലേ. ഈ കടലൊക്കെ കയറി ഇതെല്ലാം അങ്ങ് കൊണ്ടുപോകും. പിന്നെ ഇവര് അടുത്ത സീസണിന് വേണ്ടിയുള്ളത് ആ സീസൺ ആകുന്നതിന് മുമ്പ് വീണ്ടും പണിഞ്ഞെടുക്കും. കടലും കയറും. ഭയങ്കര മഴയാണ്. അറമ്പോൾ ബീച്ചാണെന്ന് പോലും പറയത്തില്ല. മഴയത്ത് അങ്ങനെ ഒരു പണിയുണ്ട് ഇവിടെ. സീസണിൽ എന്താ അടിപൊളിയാണ്. ഒരു നവംബർ ഏറ്റവും കൂടുതൽ ഗസ്റ്റ് വരുന്നത് നവംബർ, ഡിസംബർ, ജനുവരിയിലാ. ന്യൂ ഇയറിനൊക്കെ അടിപൊളിയാണ് കേട്ടാ. ഇവിടെ എങ്ങും ഒരു റൂം പോലും കിട്ടത്തില്ല. ഓൺ ദ ബീച്ചിൽ തന്നെ ഹട്ടും കോട്ടേജൊക്കെ ഉള്ള ബീച്ചുകളിൽ അപൂർവമായ ഒരു ബീച്ചാണ് അറമ്പോൾ ബീച്ച്. പിന്നെ പലോലിയം ബീച്ചിലുണ്ട് അങ്ങനെ. അല്ലാതെ കാലങ്കോട്ടും ബഗായിലൊക്കെ പോയാൽ നമ്മൾ വേറെ സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്യണം. പക്ഷെ ഇവിടെ ആകുമ്പോൾ നിറയെ ഹട്ടും കോട്ടേജൊക്കെയാണ്. അവിടെ താമസിക്കാൻ അടിപൊളി. ഇവിടെ നിറയെ ഗസ്റ്റ് ഇരിപ്പുണ്ട് കേട്ടോ. ചില റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ നിറയെ ഗസ്റ്റ് ഇരിപ്പുണ്ട്. ചിലയിടത്ത് ശൂന്യമായിട്ട് കിടക്കുന്നത്. ഇവരൊക്കെ ഒരു പ്രതീക്ഷയാണ് ഈ സീസൺ ടൈം. അപ്പൊ ഒക്കെ ഇതുപോലെ ഗസ്റ്റ് ഒന്നും ഇല്ല അവസ്ഥ എന്തുമായിരിക്കും അല്ലേ. എത്ര ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഇതൊക്കെ പണിയുന്നത് മഴ കഴിയുമ്പം. ഈ ഫുഡിൽ നിന്നാണ് അവർക്ക് കൂടുതൽ ക്യാഷ് കിട്ടുന്നത്. ഫുഡിന്റെ കൂടെ തന്നെ സ്റ്റിക്കറും ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുമല്ലോ. ഇവിടെ വരുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്, അടിച്ചു പൊളിക്കാൻ വേണ്ടി. പിന്നെ ബിയറും ലിക്കറും ഒക്കെ കിട്ടും. നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് ഒരുപാട് വിലക്കുറവാണ് ലിക്കറിന്. അപ്പോൾ ഇതൊന്നും ആരും അടിച്ചു കുടിക്കരുത്. പിന്നീട് ഓരോ സ്ഥലത്തെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ പറയുമല്ലോ.
First of all, what went through my mind is ശരീരത്തിന് how stupid am അനിവാര്യമാണ് I to ഭാഗ്യം. actually ഇവിടെ വന്നപ്പോ ഒരു volunteer for പാർട്ടി this. കണ്ടു, നേരെ അവിടെ കയറുവാണേ. It was unbelievably painful. It was first of all, what went through my mind is how stupid am I to actually volunteer for this. It was unbelievably painful. First of all, what went through my mind is how stupid am I to actually volunteer for this. First of all, what went through my mind is how stupid am I to actually volunteer for this. Unbelievably painful. It was, first of all, what went through my mind is how stupid am I to actually volunteer for this. It was unbelievably painful. First of all, what went through my mind is how stupid am I to actually volunteer for this. It was, first of all, what went through my mind is how stupid am I to actually volunteer for this. It was unbelievably painful. സാധാരണ ഇവിടെ ഫുള്ള് എല്ലാ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലും ഇതുപോലെയാണ് പാർട്ടി നടക്കാറ്. ഈ പ്രാവശ്യം ഗസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ പാർട്ടി കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങേറ്റം വന്നപ്പം ഒരു പാർട്ടി കണ്ട്. ഇനി നേരെ തിരിച്ചു പോവാണ്. ഇനി അങ്ങോട്ടുള്ള സൈഡിൽ പോകുമ്പോൾ എവിടെയെങ്കിലും ഇതുപോലെ പാർട്ടി ഉണ്ടാന്ന് നമുക്ക് നോക്കാം. ഒരു പാർട്ടിയൊക്കെ ഉണ്ടേലല്ലേ ബീച്ചിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു രസമുള്ളൂ അല്ലെ. പ്രത്യേകിച്ച് ഗോവ എന്നൊക്കെ കേൾക്കുമ്പോ എല്ലാവരും സങ്കല്പം ഇങ്ങനെ അടിച്ചുപൊളി പാർട്ടിയാണ്. പക്ഷെ ഗസ്റ്റും കൂടെ വേണം, അല്ലെങ്കിൽ അവർക്ക് നഷ്ടമല്ല ഇങ്ങനെയുള്ള പാർട്ടിയൊക്കെ നടക്കുന്നത്. നമ്മളത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡ് ഫുള്ള് റെസ്റ്റോറന്റ് ആണ്. ബീച്ചിലെ എൻട്രൻസിലേക്ക് വരുമ്പം റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പോകുമ്പോൾ നിറയെ റെസ്റ്റോറന്റുകളാണ് ഓൺ ദ ബീച്ചിൽ തന്നെ. എല്ലാം നല്ല സെറ്റപ്പാണ്. ഇവിടെയൊക്കെ ഓരോരുത്തരുന്ന് ഫുഡൊക്കെ കഴിച്ചിരിപ്പുണ്ട്.
സാധാരണ എല്ലാ റെസ്റ്റോറന്റ് ഫ്രണ്ടിൽ ബീച്ച് സൈഡിൽ നിറയെ ഫിഷ് ഇങ്ങനെ നിരത്തി വെച്ചേക്കും കേട്ടോ. ഇവിടെ കടലായോണ്ട് നമുക്ക് ഇവിടെ മൊത്തം ബീച്ചല്ലേ, നല്ല ഫ്രഷ് മീനെ കിട്ടും. അപ്പം ആദ്യം ഒരു ഇച്ചിരി റേറ്റ് ഒക്കെ കൂട്ടി പറഞ്ഞാലും നമുക്ക് നമ്മൾ കുറച്ചൊക്കെ വില കുറച്ചൊക്കെ വാങ്ങിക്കാൻ പറ്റും. നമ്മൾ പറയുന്ന രീതിയിൽ കുക്ക് ചെയ്തൊക്കെ തരും. ഈ പ്രാവശ്യം വന്നപ്പം 1-2 സ്ഥലത്തെ അങ്ങനെ കണ്ടുള്ളൂ ഈ ബീച്ചിലെ. അല്ലെങ്കിൽ എല്ലാ റെസ്റ്റോറന്റ് ഫ്രണ്ടിലും അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെയൊക്കെ നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം കാണത്തില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും കേട്ടോ. കണ്ട ഫിഷ് നിരത്തി വെച്ചേക്കുവാണ് ഇവിടെ. മിക്ക പാവം ഒഴിഞ്ഞിങ്ങനെ കിടക്കുമായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷയായിട്ടല്ലേ വരുന്നത്, ഒരുപാട് പ്രതീക്ഷയാണല്ലോ സാധാരണ നമ്മൾ കാണുന്നതല്ലേ. പക്ഷെ അത് കണ്ടപ്പോ ഒരു നിരാശ. എന്തായാലും കുഴപ്പമില്ല. ഇവിടുത്തെ ഫിഷൊക്കെ കണ്ട. ഇവിടെ പിന്നെയും കുറച്ച് ഗസ്റ്റ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ലോബ്സ്റ്റർ, ആഹാ ലോബ്സ്റ്റർ കഴിച്ചിട്ടുണ്ടോ? അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നല്ലോണം ഗ്രില്ല് ചെയ്ത് തരും ലോബ്സ്റ്റർ. ഈ റെസ്റ്റോറൻറ്റുകാർ എന്തായാലും കുഴപ്പമില്ല. പിന്നെ അവർക്ക് കുറച്ച് ഭാഗ്യമുണ്ട് കേട്ടോ, കുറച്ച് ഫുഡ് കഴിക്കാനൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. ചിലയിടത്തൊന്നും ശൂന്യമായിട്ട് കിടക്കും. അവരുടെയൊക്കെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കി. പക്ഷെ ബഗാ ബീച്ചിലും കാലങ്കോട്ട് ബീച്ചിലും ചെന്ന് കഴിഞ്ഞാൽ എന്ത് തിരക്കാണെന്നറിയാം. അവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ആണ് വരുന്നത്. നമുക്ക് അതിനെ കൂടെ നടക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ അവിടെ ഓൺ ദ ബീച്ചിലല്ല ഇതുപോലെ ഹട്ടും കോട്ടേജൊന്നും സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ ഒന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ, ബീച്ചും കണ്ട് ആസ്വദിച്ച് അങ്ങ് പോകാം. ഓരോ ബീച്ചിനും ഓരോ ബീച്ചിൻ്റെതായ പ്രത്യേകതയുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. നമ്മൾ കുഞ്ഞി ചാനലുകാരാണ്. സപ്പോർട്ട് ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെയും കുറച്ച് ഫിഷൊക്കെ ഇരിപ്പുണ്ട്. അവരോർത്ത് നമ്മൾ ഫിഷൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഗസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന രസമില്ല. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ നമ്മള് തിരിച്ചു പോവുകയാണ് കേട്ടോ. നിരാശയോടുകൂടി മടങ്ങുവാണ്. ഇതൊന്നുമല്ല ആറമ്പോൾ ബീച്ചിനെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ മാറിപ്പോയി. എന്ത് ചെയ്യാനാ, അടുത്ത പ്രാവശ്യം വരുമ്പം പഴയ ആറമ്പോൾ ബീച്ച് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോവാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.